ഹലോ ഗൈസ്. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാട്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനീസ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ മൊഡ്യൂൾ 3 ചാപ്റ്ററാണ്. സോ 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനോ കേട്ടോ. ഓക്കെ. സോ അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് ആദ്യമായിട്ട് കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. ഓക്കെ. സോ നമ്മൾ ഇനി കമ്പനീൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ചിന്തിക്കുള്ളൂ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ നിങ്ങൾ ആൾറെഡി ഫൗണ്ടേഷനിൽ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. സോ ഇനി അതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, ചിന്തിക്കേണ്ട. നമ്മൾ ഇനി കമ്പനീസിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ അത് ഞാനിവിടെ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം കേട്ടോ. സോ എന്നിട്ട് നമുക്ക് പറയാം. സോ സെക്ഷൻ 128 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ. ഈ ഒരു സെക്ഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതർ റെലവൻറ്റ് ബുക്സും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കെപ്റ്റ് ചെയ്തിരിക്കണം. നിർബന്ധമായിട്ടും അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ എന്ത് ചെയ്തിരിക്കണം, കെപ്റ്റ് ചെയ്തിരിക്കണം. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കണം, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റഡ് ആയിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സോ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ബ്രാഞ്ച് ഓഫീസ് ആൻഡ് ഓഫീസസ്. സോ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചസ് ഉണ്ട് വെച്ചെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ, രജിസ്റ്റേർഡ് അഡ്രസ്സ് ഉള്ള ആ ഒരു ഓഫീസിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കെപ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കെപ്റ്റ് ചെയ്യേണ്ടത് അക്രൂവൽ ബേസിസിലാണ്. നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. എന്താണ് ഫൗണ്ടേഷനിൽ നമ്മൾ പഠിച്ചത്? നമുക്ക് 2 രൂപത്തിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും 2 അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും ആണ് അല്ലേ. അപ്പോൾ കമ്പനീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ് എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. സോ മാത്രമല്ല നിങ്ങൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. എന്താ ഫോളോ ചെയ്യേണ്ടത്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. സോ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് company may keep such books of accounts and other relevant papers in electronic mode in such a manner as may be prescribed എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ രജിസ്റ്റേർഡ് ഓഫീസിൽ നിങ്ങളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അക്രൂവൽ ബേസിസിലായിരിക്കണം അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത്. അക്രൂവൽ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെൻസ് ഇൻകർ ചെയ്താൽ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. സോ നിങ്ങൾ അതുപോലെ തന്നെ റവന്യൂ ഏൺ ചെയ്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. റിസീവ് ചെയ്തോ പെയ്ഡ് ചെയ്തോ എന്നുള്ളത് എന്തല്ല, റെലവൻ്റ് അല്ല. മനസ്സിലായില്ലേ? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഒക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഓരോ ട്രാൻസാക്ഷനും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇനി സെക്ഷൻ 129 നമ്മളോട് കമ്പനീസ് ആക്ട് 2013 പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സെക്ഷൻ 133 പ്രകാരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മാത്രമല്ല ഷെഡ്യൂൾ 3 തന്നിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു CA ഇൻ്ററിൽ അഡ്വാൻസ് അക്കൗണ്ട്സിൽ 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാനുണ്ട്. എഫക്റ്റീവ്ലി 27 ഉള്ളൂ. എങ്കിലും ഈ 29 നമ്പേഴ്സുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ നിർബന്ധമായിട്ടും നമ്മൾ ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടത് കമ്പനീസ് മാത്രമേ ഉള്ളൂ. കമ്പനീസ് മാത്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ മതി. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സോ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടതാ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമായി പറയുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 133 ആ സെക്ഷൻ 133 പ്രകാരം നിങ്ങൾ കംപ്ലൈ വിത്ത് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 133 ആ 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും നിങ്ങൾ ഫോളോ ചെയ്ത് ഷെഡ്യൂൾ 3 തന്ന ഫോർമാറ്റ് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായും ഓരോ ഇയറിലും നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിട്ട് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ?
അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. മാത്രമല്ല ഷെഡ്യൂൾ 3 ഫോർമാറ്റിലും ആയിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് the board of directors of the company shall lay financial statement at every AGM of a company which include ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നിങ്ങൾ ലോ ഒക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടാവും, ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലേ. ഒരു വർഷത്തിൽ കമ്പനി ഒരു വട്ടം ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടണം, മെമ്പേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അവിടെ നമുക്ക് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം അല്ലേ. അതായത് 50% ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസൊല്യൂഷൻ എന്ത് ചെയ്യും, പാസ്സാകും. ആ ഓർഡിനറി റെസൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ കൊടുക്കേണ്ടത്? ഒന്ന്, ബാലൻസ് ഷീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. നിങ്ങൾ ഹെഡിങ് കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ എഴുതണം, അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദാറ്റ് പീരിയഡ്, ആ ഫിനാൻഷ്യൽ ഇയറിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? സോ ഇനി ഫോർ എ കമ്പനി നോട്ട് ക്യാരിങ് ബിസിനസ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷാൽ ബി ലേഡ് അറ്റ് ദാറ്റ് AGM ഇൻസ്റ്റെഡ് ഓഫ് P&L അക്കൗണ്ട്. സോ P&Lന് പകരം നിങ്ങൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. സോ മാത്രമല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ്, എക്സ്പ്ലനേറ്ററി നോട്ട്സും നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. സോ ഈ 5 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പ്രിപ്പയർ ചെയ്യണം, ആൻഡ് എക്സ്പ്ലനേറ്ററി നോട്ടും നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതായത് നോട്ട്സ് ടു അക്കൗണ്ട്സ്, നിങ്ങൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ മെയിനായിട്ട് കൊടുക്കേണ്ടത് ഒന്ന് കണ്ടിജൻ്റ് ലാബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ നിങ്ങൾ ഏത് അക്കൗണ്ടിങ് പോളിസിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഇൻവെൻട്രി നെറ്റ് റിയലൈസബിൾ വാല്യൂലാണോ കോസ്റ്റിലാണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ യൂസേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സ് ടു അക്കൗണ്ട്സിലും നമുക്ക് യൂസേഴ്സിനെ മനസ്സിലാകുന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സോ ഇനി provided that a financial statement with respect to one person company, small company, dormant company and private company may not included the cash flow statement. So നിങ്ങൾക്ക് സ്മാൾ കമ്പനി ഒക്കെ ആണെന്നുവെച്ചെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. ഓക്കെ, സോ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രം മതി. സോ ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഷെഡ്യൂൾ 3 പാർട്ട് 1 ആണെന്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഷെഡ്യൂൾ 3ൽ പാർട്ട് 1 ആണെന്ത് ബാലൻസ് ഷീറ്റ്. സോ അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾ ഈ ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം. സോ ഇവിടെ നെയിം ഓഫ് ദി കമ്പനി കൊടുക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് അറ്റ് 31 മാർച്ച് ഏതാണ് ഇയർ എന്ന് വെച്ചാൽ അത് കൊടുക്കണം. സോ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ, ഇവിടെ നമ്മളുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. റിസർവ് ആൻഡ് സർപ്ലസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ജനറൽ റിസർവ് ഉണ്ട് വെച്ചെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത്. സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട് വെച്ചെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ റിസർവ്, റീവാലുവേഷൻ റിസർവ്, എന്തെല്ലാം റിസർവ് ഉണ്ടോ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ഹെഡാണ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഹെഡ് കേട്ടോ. ഓക്കെ, സോ പിന്നെ മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറണ്ട്. സോ ഇത് സാധാരണ എന്ത് ചെയ്യാറില്ല, വരാറില്ല. സോ പിന്നെ ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് ഫോർ അലോട്ട്മെൻറ്റ്. എന്താ ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഓവർ സബ്സ്ക്രിപ്ഷൻ അല്ലേ. ഓവർ സബ്സ്ക്രിപ്ഷൻ പഠിച്ചിട്ടുണ്ടാവില്ലേ. അതായത് നമ്മളിപ്പോൾ 1000 ഷെയർ ഇഷ്യൂ ചെയ്തു, പക്ഷേ 20,000 ഷെയറിന് അപ്ലിക്കേഷൻ വന്നു. അപ്പോൾ അത്രയും എക്സസ് അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യാണ്, വരികയാണ്. നമുക്ക് ആകെ 1000 ഷെയർ 10,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ. പക്ഷേ 20,000 ഷെയറിന് എന്ത് വന്നു, അപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ആ ഒരു 10,000 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി എന്താണ്, അവരുടെ ഒന്നില്ലെങ്കിൽ റീഫണ്ട് ചെയ്യും. ഇവിടെ നമ്മളത് അലോട്ട്മെൻറ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്നത് വരെ അത് നമ്മൾ ആ ഒരു പൈസ എന്ത് ചെയ്യണം,
ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് ഫോർ അലോട്ട്മെൻറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത് കേട്ടോ. ഓക്കെ. സോ പിന്നെ നോൺ കറൻറ്റ്, നമ്മൾ ലാബിലിറ്റീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ കറൻറ്റ് ലാബിലിറ്റീസും കറൻറ്റ് ലാബിലിറ്റീസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ അപ്പോൾ എങ്ങനെയാണ് ഒരു ലാബിലിറ്റി നോൺ കറൻറ്റ് ലാബിലിറ്റിയും കറൻറ്റ് ലാബിലിറ്റി ആകുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. സോ ഇവിടെ ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. ലോൺ എന്തെങ്കിലും എടുത്തുക്കണമെന്ന് വെച്ചെങ്കിൽ ലോങ് ടേം എന്ന് പറയുമ്പോൾ മോർ ദാൻ 12 months ഉള്ള ബോറോയിങ്സ് കേട്ടോ. സോ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും ഡെഫേർഡ് ടാക്സ് അസറ്റും ഉണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, AS-22 നമുക്ക് പഠിക്കാനുണ്ട്, അക്കൗണ്ടിങ് ഫോർ ടാക്സ് ഓൺ ഇൻകം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഡെഫേർഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ച് തരും. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡെഫേർഡ് ടാക്സിൻ്റെ ആ ഒരു എലമെൻറ്റ് അധികം വരില്ല കേട്ടോ. ഓക്കെ. സോ പിന്നെ അതർ ലോങ് ടേം ലാബിലിറ്റീസ്, ലോങ് ടേം പ്രൊവിഷൻസ്. കറൻറ്റ് ലാബിലിറ്റീസിൽ ഷോർട്ട് ടേം ബോറോയിങ്സ്, ട്രേഡ് പേബിൾസ് ഉണ്ടാകും, ക്രെഡിറ്റേഴ്സ്, അതർ കറൻറ്റ് ലാബിലിറ്റീസ് ഉണ്ടാകും, ഷോർട്ട് ടേം പ്രൊവിഷൻസ് ഉണ്ടാകും. ഇത്രയാണ് കറൻറ്റ് ലാബിലിറ്റീസിൽ ഉണ്ടാകുക കേട്ടോ. സോ ഇനി അസറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും 2 ടൈപ്പ് അസറ്റ് കാണാൻ പറ്റും. ഒന്ന് കറൻറ്റ് അസറ്റും നോൺ കറൻറ്റ് അസറ്റും, 2 കറൻറ്റ് അസറ്റും. അപ്പോൾ കറൻറ്റ് അസറ്റിൽ എന്തുണ്ടാകും, നോൺ കറൻറ്റ് അസറ്റിൽ ആദ്യം പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. സോ അതിൽ PPE, ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ നമ്മൾ പകുതി കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ. ക്യാപിറ്റൽ അസറ്റുകൾ എന്ന് വെച്ചാൽ ബിൽഡിങ് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്ന അസറ്റുകളെയാണ് ക്യാപിറ്റൽ അസറ്റുകൾ. ഇവിടെ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പകുതി കൺസ്ട്രക്ഷൻ ആയ ബിൽഡിങ്, പകുതി പിന്നെ അതായത് ഇൻ പ്രോസസ്സിൽ കിടക്കുന്ന അസറ്റുകളെയാണ് ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതും നമ്മളുടെ അസറ്റ് തന്നെയാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഡെഫേർഡ് ടാക്സ് അസറ്റ് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. ഓക്കെ. സോ പിന്നെ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്, അതർ നോൺ കറൻറ്റ് അസറ്റുകളും ഉണ്ട്. ഓക്കെ. സോ പിന്നെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് അസറ്റാണ്. സോ കറൻറ്റ് അസറ്റിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇൻവെൻട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾ ഉണ്ട്, അതായത് ഡെറ്റേഴ്സ് കേട്ടോ. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് ഉണ്ട്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് ഉണ്ട്, അതർ കറൻറ്റ് അസറ്റ് ഉണ്ട്. ഓക്കെ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സോ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ബാലൻസ് ഷീറ്റ് ടാലിയായി, ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അടിപൊളി. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ആൾറെഡി പറഞ്ഞില്ലേ എങ്ങനെയാണ് ഒരു അസറ്റ് കറൻറ്റ് അസറ്റ് ആകുക നോൺ കറൻറ്റ് അസറ്റ് ആകുക എന്നുള്ളത്. കാരണം നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറൻറ്റ് അസറ്റായിട്ടും നോൺ കറൻറ്റ് അസറ്റായിട്ടും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു അസറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അത് കറൻറ്റ് അസറ്റ് ആകണം എന്നുണ്ട് വെച്ചെങ്കിൽ എനി ഓഫ് ദി ഫോളോയിങ് ക്രൈറ്റീരിയ, ഇനി പറയാൻ പോകുന്ന ഈ 4 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, സോ ആ 4 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അത് കറൻറ്റ് അസറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഓർ ഇൻറ്റൻറ്റഡ് ഫോർ സെയിൽ ഫോർ കൺസംഷൻ ഇൻ എ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ കറൻറ്റ് അസറ്റാണ്. ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ റോ മെറ്റീരിയൽ വാങ്ങി അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അത് സെയിൽ ചെയ്ത് അതിൻ്റെ പൈസ കിട്ടുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതാണ് ഒരു ഓപ്പറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഉള്ളിൽ അത് ചിലപ്പോൾ ഒരു 12 മാസമാകാം, ചിലപ്പോൾ ഒരു 6 മാസമാകാം, ചിലപ്പോൾ ഒരു 18 മാസമാകാം, ചിലപ്പോൾ ഒരു 20 മാസമാകാം. അപ്പോൾ ആ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റിൽ നിന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ അത് കറൻറ്റ് അസറ്റാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ട്രേഡ് റിസീബിൾ നമുക്കൊരു എന്താ പറയുക അത്രയും മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കറൻറ്റ് അസറ്റാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ അസറ്റുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആ ഒരു 18 മാസത്തിൻ്റെ ഉള്ളിൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുന്നുണ്ട് വെച്ചെങ്കിൽ അത് കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടുന്നുണ്ട് വെച്ചെങ്കിൽ അത് കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു 5 കൊല്ലത്തിനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടുകണമെന്നുണ്ട് വെച്ചെങ്കിൽ അത് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി ഫോർ ദ പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡഡ്. നിങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ച സാധനങ്ങളൊക്കെ എന്താണ്,
കറണ്ട് അസറ്റ് ആണെന്നാണ് പറഞ്ഞത്. വിൽക്കാൻ വേണ്ടി വെച്ച സാധനം എന്താണ്? നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. സോ അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ക്ലോസിംഗ് സ്റ്റോക്കും എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്? കറണ്ട് അസറ്റാണ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് വിത്തിൻ 12 months ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. അത് 12 മാസത്തിൻ്റെ ഉള്ളിൽ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റും 12 മാസത്തിൽ നമുക്കതിൻ്റെ ക്യാഷ് കിട്ടുന്നുണ്ട് വെച്ചെങ്കിൽ ആ അസറ്റുകളൊക്കെ എന്താണ്? കറണ്ട് അസറ്റാണ്. ആൻഡ് ദ ലാസ്റ്റ് ഇറ്റ് ഈസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ്? എന്തായാലും കറണ്ട് അസറ്റാണ്. കാരണം അത് നമ്മൾ ആൾറെഡി റിയലൈസ്ഡ് ആണ്. ക്യാഷ് ആയിട്ട് ഉള്ള സാധനം എന്തായാലും എന്താണ്? കറണ്ട് അസറ്റാണ് അല്ലേ. അപ്പോൾ ഈ ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യാഷ് ഇൻ ഹാൻഡും അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്കും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്യാഷ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ പിന്നുള്ളതാണ് എന്ത്? ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഇക്വലൻ്റ്. ഓക്കെ. സോ ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയുന്നത് പിന്നെ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമുക്ക് ഹൈലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 month മെച്യൂരിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. അതായത് പെട്ടെന്ന് നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയാം കേട്ടോ. പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും. ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, നമുക്കല്ലെങ്കിൽ ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് വെച്ചെങ്കിൽ അതിനെ ക്യാഷ് ഇക്വലൻ്റ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ക്യാഷ് ഇക്വലൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. സോ ബാക്കി ഈ 5 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ ബാക്കി അതർ അസറ്റുകളൊക്കെ എന്തായിരിക്കും? നോൺ കറൻറ്റ് അസറ്റായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ആൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഞാനിവിടെ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദ ടൈം ബിറ്റ്വീൻ അക്വിസിഷൻ ഓഫ് അസറ്റ് ഫോർ പ്രോസസ്സിംഗ് ആൻഡ് ദ റിയലൈസേഷൻ ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻ്റ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അത് പ്രോസസ്സ് ചെയ്ത് അത് ക്യാഷ് ആക്കി റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ്. സോ വേർ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദ ഡ്യൂറേഷൻ ഈസ് 12 months. സോ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 12 മാസം തന്നെ എടുത്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇനി ലാബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്കറിയാം. കറണ്ട് ലാബിലിറ്റി ആയിട്ടും നോൺ കറണ്ട് ലാബിലിറ്റി ആയിട്ടും എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ. സോ അപ്പോൾ ഒരു ലാബിലിറ്റി കറണ്ട് ലാബിലിറ്റി ആകണമെന്നുണ്ട് വെച്ചെങ്കിൽ എന്താണ് കണ്ടീഷൻ? സോ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് ഇൻ ദ കമ്പനീസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമുക്കൊരു നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ അത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ലാബിലിറ്റിയാണ് വെച്ചെങ്കിൽ അത് കറണ്ട് ലാബിലിറ്റിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിങ്. സോ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി വെച്ച എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ലാബിലിറ്റി സൈഡിൽ അതും കറണ്ട് ലാബിലിറ്റിയാണ്. എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ലാബിലിറ്റി സൈഡിൽ കിടക്കുന്നുണ്ട് വെച്ചെങ്കിൽ അതും ലാബിലിറ്റിയാണ്, കറണ്ട് ലാബിലിറ്റിയാണ്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ബി സെറ്റിൽഡ് വിത്തിൻ 12 months ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. നേരെ ശ്രദ്ധിക്കണം കേട്ടോ. ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന ആക്കാരം ഇവിടെയും പറഞ്ഞിട്ടുണ്ടാകുക, ഇവിടെയും പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ആ ലാബിലിറ്റി ഇൻകർ ചെയ്തിട്ട് 12 മാസം കഴിഞ്ഞാലല്ല, 12 മാസത്തിൻ്റെ ഉള്ളിൽ റിയലൈസ് ചെയ്യുന്നതല്ല. ആ ലാബിലിറ്റി അല്ലെങ്കിൽ ആ അസറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരുമല്ലോ, ആ ബാലൻസ് ഷീറ്റ് ഡേറ്റ് മുതൽ 12 മാസത്തിൻ്റെ ഉള്ളിൽ റിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് വെച്ചെങ്കിൽ അത് കറണ്ട് അസറ്റാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്കിവിടെ ഒരു പീരിയഡ് സെറ്റ് ചെയ്യാമെന്ന് കൂട്ടിക്കോ. ഓക്കെ. സോ ഇവിടെ എന്താ പറയുക, ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഡെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 31st March ഉണ്ടല്ലോ, ഇതാണ് റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഈ 31st March കഴിഞ്ഞിട്ട് വിത്തിൻ 12 months ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റിയലൈസ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് വെച്ചെങ്കിൽ കറണ്ട് അസറ്റാണ്. റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ശേഷം 12 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ലാബിലിറ്റിയാണ് വെച്ചെങ്കിൽ അതും കറണ്ട് ലാബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ. സോ അതർ ലാബിലിറ്റീസ് ഒക്കെ എന്തായിരിക്കും? ക്ലാസിഫൈഡ് ആസ് നോൺ കറണ്ട് ലാബിലിറ്റീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. സോ നിങ്ങൾ ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞ ഹെഡിൽ നിങ്ങൾ എടുക്കേണ്ടത്
ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തരാനുള്ള ആൾക്കാരാണെന്നല്ല. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട് പൈസ തരാനുള്ള ആൾക്കാരാണ് നിങ്ങൾ ട്രേഡ് റിസീവബിൾ എന്ന് വിളിക്കുക? നിങ്ങൾ ഗുഡ്സോ സർവീസോ സോൾഡ് ചെയ്തിട്ട് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഗുഡ്സോ സർവീസോ സോൾഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക പൈസ തരാനുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ട്രേഡ് റിസീവബിൾ എന്ന് വിളിക്കേണ്ടത്. അതേപോലെ തന്നെ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞ ഹെഡിൽ നിങ്ങൾ ആരെയാണ് നിൽക്കുന്നത്? ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞ ഹെഡിൽ നിങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ട് വെച്ചെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേഡ് പേയബിൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ ഇനി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ കണ്ടിജൻ ലാബിലിറ്റി പഠിച്ചിട്ടുണ്ടാകും. എന്താ കണ്ടിജൻ ലാബിലിറ്റി എന്ന് വെച്ചാൽ പോസിബിൾ ഒബ്ലിഗേഷനെയാണ് നമ്മൾ കണ്ടിജൻ ലാബിലിറ്റി എന്ന് വിളിക്കുന്നത്. പോസിബിൾ ഒബ്ലിഗേഷനെയാണ് നമ്മൾ കണ്ടിജൻ ലാബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് വരാൻ പോകാവുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാകുന്ന ലാഭം, അത് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ആണ്. ചിലപ്പോൾ ആ ലാബിലിറ്റി ഉണ്ടാകാം, ചിലപ്പോൾ ആ ഒരു ലാബിലിറ്റി ഉണ്ടായിക്കൂടാ. നമുക്ക് ഇവിടെ കണ്ടിജൻറ്റ് ലാബിലിറ്റീസിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ലാബിലിറ്റി എത്രയാണ് എന്നുള്ളത് എസ്റ്റിമേറ്റും കൂടി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് അത് കണ്ടിജൻ ലാബിലിറ്റി ആവുന്നത്. നേരെ മറിച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ലാബിലിറ്റി വരാൻ പോകുന്നുണ്ട്, അത് എത്രയാണ് ലാബിലിറ്റി എന്ന് ആക്ച്വൽ അറിയില്ലെങ്കിലും നമുക്കൊരു ഊഹാപോഹം വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ അത് പിന്നെ പ്രൊവിഷനായി. പ്രൊവിഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട സാധനമാണ്. എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ അത് ലാബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യണം? പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ട സാധനമാണ്. നേരെ മറിച്ച് നമുക്കൊരു പോസിബിൾ ഒബ്ലിഗേഷൻ ഉണ്ട്, അത് ഉണ്ടാവുമല്ലോ എന്നും അറിയില്ല, അതിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എത്രയായിരിക്കും ലാബിലിറ്റി എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിരിക്കും. സോ അങ്ങനത്തെ കണ്ടിജൻറ്റ് ലാബിലിറ്റി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല? ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യൂല കേട്ടോ. അത് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ജസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. കമ്പനിക്ക് ഇങ്ങനെ ഒരു കണ്ടിജൻറ്റ് ലാബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിച്ചാൽ മതി. അല്ലാതെ അത് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യരുത്? റെക്കഗ്നൈസ് ചെയ്യരുതേ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്നുള്ളത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് വൺ, ക്ലെയിം അഗെയിൻസ്റ്റ് കമ്പനി നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. ക്ലെയിം അഗെയിൻസ്റ്റ് കമ്പനി നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊരു കേസ് കൊടുത്തു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത്. കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു കേസ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായാലും ചിലപ്പോൾ എന്ത് വരും? കേസിൻ്റെ വിധി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നഷ്ടപരിഹാരമോ കോമ്പൻസേഷനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കേസ് നമ്മൾ വാദിച്ച് ജയിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊരു കേസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു പോസിബിൾ ഒബ്ലിഗേഷൻ ഉണ്ട്. അത് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ആണ് ആ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ് ആണ്. ഇപ്പോൾ അത് എന്ത് ചെയ്തിട്ടില്ല? കൺഫേം ആയിട്ടില്ല. അത് കോടതിയുടെ വിധിയൊക്കെ വന്നതിന് ശേഷം മാത്രമേ അത് കൺഫേം ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അത് കണ്ടിജൻറ്റ് ലാബിലിറ്റി ആണ്. അത് നിങ്ങൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഗ്യാരണ്ടി പേ ചെയ്തിട്ടുണ്ട്, ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ, എന്താ ഗ്യാരണ്ടി കൊടുക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ലോണിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗ്യാരണ്ടി നിൽക്കാം, എന്തെങ്കിലും സെയിൽ ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഗ്യാരണ്ടി നിൽക്കാം, എന്തെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഗ്യാരണ്ടി കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു പോസിബിൾ ഒബ്ലിഗേഷൻ വരുന്നുണ്ട്. കാരണം ഫ്യൂച്ചറിൽ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അവിടെയും ഒരു മേ ഓർ മേ നോട്ട് ഹാപ്പൻ വരുന്നത് കൊണ്ട് തന്നെ ആ ഗ്യാരണ്ടി എന്ന് പറയുന്നതും എന്താണ്? ഒരു കണ്ടിജൻറ്റ് ലാബിലിറ്റിയാണ്. അടുത്തത് അരിയേഴ്സ് ഓഫ് ഫിക്സ്ഡ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് കേട്ടോ. അതായത് നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറും നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറും. എന്താ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നോൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, കമ്പനി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു.
അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണമല്ലോ. ഈ പ്രീഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് 2 കാര്യങ്ങളിൽ എന്തുണ്ടാകും? പ്രയോറിറ്റി ഉണ്ടാവും അല്ലേ? 2 കാര്യങ്ങളിൽ പ്രയോറിറ്റി ഉണ്ടാവും. ഒന്ന്, അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും. ഡിവിഡൻഡ് എന്ത് കിട്ടും? അവർക്ക് ആദ്യം കിട്ടും. അപ്പോൾ ഈ ഡിവിഡൻഡ് പാർട്ട്ലി പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ, എന്താ പാർട്ട്ലി പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നിങ്ങൾ ചിലപ്പോൾ അപ്ലിക്കേഷൻ മണി ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് മണിയും കൊടുത്തിട്ടുണ്ടാകും, ചിലപ്പോൾ ഫസ്റ്റ് കോളും കൊടുത്തിട്ടുണ്ടാകും, ഫൈനൽ കോൾ പേ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിക്സ് ഡിവിഡൻഡ് ഉണ്ടല്ലോ, ഡിവിഡൻഡ് കമ്പനി ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് കമ്പനീൻ്റെ അടുത്ത് വെക്കും. നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യൂല, അത് തരൂല. കമ്പനി പറയും, നിങ്ങൾ എന്നാണോ നിങ്ങളെ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നത്, ആ ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ അക്യുമുലേറ്റ് ചെയ്ത ഡിവിഡൻഡ് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരുള്ളൂ. അത്രയും കാലം നിങ്ങൾ ഫുള്ളി പെയ്ഡപ്പ് ആകുന്നത് വരെ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ക്യുമുലേറ്റ് ചെയ്ത് കമ്പനീൻ്റെ അണ്ടർ തന്നെ വെക്കും. അപ്പോൾ അങ്ങനെ ഉള്ള അരിയർ ഡിവിഡൻഡ് ഉണ്ടല്ലോ, അരിയേഴ്സ് ഓഫ് ഫിക്സ്ഡ് ക്യുമുലേറ്റീവ് ഡിവിഡൻഡ്. അപ്പോൾ അങ്ങനത്തെ ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ശരിക്കും കണ്ടിജൻ ലയബിലിറ്റി ആണ്. കാരണം ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അത് ഫുള്ളി പെയ്ഡപ്പ് ആക്കിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഡിവിഡൻഡ് പേ ചെയ്താൽ മതി. നേരെ മറിച്ച് അവർ ഫുള്ളി പെയ്ഡപ്പ് ആക്കിയിട്ടില്ല, ഇപ്പോഴും പാർട്ട്ലി പെയ്ഡപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു മേ ഓർ മേ നോട്ട് ഹാപ്പൻ വന്നതുകൊണ്ട് ആ അരിയേഴ്സ് ഓഫ് ഫിക്സ്ഡ് ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയറും എന്താണ്, നമ്മളുടെ കണ്ടിജൻ ലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് കോൺട്രാക്ട് റിമൈനിങ് ടു ബി എക്സിക്യൂട്ടഡ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് നോട്ട് പ്രൊവൈഡഡ്, അതായത് ക്യാപിറ്റൽ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ക്യാപിറ്റൽ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, എന്തെങ്കിലും കോൺട്രാക്റ്റിൽ നിങ്ങൾ എൻട്രി ചെയ്തു, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തു, പക്ഷേ അതിൻ്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഒരു പ്രൊപ്പോസൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടോ, എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് കോൺട്രാക്റ്റ് റിമൈനിങ് ടു ബി എക്സിക്യൂട്ടഡ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ എന്തെങ്കിലും എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കണ്ടിജൻ ലയബിലിറ്റി ആണ്. അതും ചിലപ്പോൾ മേ ഓർ മേ നോട്ട് ഹാപ്പൻ ആണ്, ചിലപ്പോൾ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ആകാം അല്ലേ? അപ്പോൾ അൺകാൾഡ് ലയബിലിറ്റി ഓൺ ഷെയർസ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്ലി പെയ്ഡ്. അൺകാൾഡ് ലയബിലിറ്റി ഓൺ ഷെയർസ്, ഷെയറിൻ്റെ മുകളിലുള്ള അൺകാൾഡ് ലയബിലിറ്റിയും കണ്ടിജൻ ലയബിലിറ്റിയാണ്. ബിൽ ഡിസ്കൗണ്ടഡ് നോട്ട് യെറ്റ് മെച്ചുവേർഡ്. എന്താ ബിൽ ഡിസ്കൗണ്ടഡ് നോട്ട് യെറ്റ് മെച്ചുവേർഡ് എന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തു, ബിൽസ് റിസീവബിൾ വന്നു, അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം അല്ലേ? ഈ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിന്നെ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ ഡ്രോയിയാണ് എന്ത് ചെയ്യേണ്ടത്, ബാങ്കിന് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഡ്രോയി പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ആര് പേ ചെയ്യേണ്ടി വരും, നമ്മൾ തന്നെ പേ ചെയ്യേണ്ടി വരും ബാങ്കിന് അല്ലേ? അപ്പോൾ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ ആ ഡ്രോയി ബാങ്കിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ല നമ്മൾ ഡ്രോയി പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് ബാങ്കിന് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു മേ ഓർ മേ നോട്ട് ഹാപ്പൻ വന്നു. അതുകൊണ്ടാണ് ബിൽ ഡിസ്കൗണ്ടഡ് നോട്ട് യെറ്റ് മെച്ചുവേർഡ് എന്തായിരുന്നത്, കണ്ടിജൻ ലയബിലിറ്റി ആയി മാറുന്നത്. അപ്പോൾ ഇത്രയും ഈ സാധനങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നമ്മളുടെ എന്താ പറയുക ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടിജൻ ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത്. സോ അടുത്തത് പാർട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതിൽ നമുക്ക് ഇൻകം സൈഡിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിൽസ് ആണ്. സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ ആണെന്ത്, നമ്മളുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അതർ ഇൻകം എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഇൻകം, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, എല്ലാ ഇൻകംസുകളും നമ്മളുടെ അതർ ഇൻകം എന്ന് പറഞ്ഞ ഹെഡിലാണ് എന്ത് ചെയ്യുക വരുന്നത് കേട്ടോ.
അതർ ഇൻകം എന്ന് പറഞ്ഞ ഹെഡിലാണ് വരുന്നത്. സോ ഇനി എക്സ്പെൻസസുകളുണ്ട്. സോ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഹെഡിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു മാനുഫാക്ചറിങ് എൻറ്റിറ്റിയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ടാകും. ഒന്ന് റോ മെറ്റീരിയലും അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ്സും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ടാകും, ആണോ അല്ലേ? സോ അപ്പോൾ ഈ റോ മെറ്റീരിയലിൻ്റെ കേസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. സോ ഇതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. സോ ഇനി പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് നമ്മളെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പർച്ചേസ് ആണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ദ പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഓക്കെ. സോ ഇനി ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. സോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കേട്ടോ. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് റോ മെറ്റീരിയലിൻ്റെ മാത്രമാണ്. റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് റോ മെറ്റീരിയലിൻ്റെ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. പിന്നെ ഈ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. വർക്കിംഗ് പ്രോഗ്രസ് എന്തായാലും പർച്ചേസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പർച്ചേസ് ആണ്. പിന്നെ നമ്മളുടെ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് നമ്മളുടെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും അതേപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കിനാണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാലറി, അതുപോലെ തന്നെ പിന്നെന്താ ഉണ്ടാവൽ, ബോണസ്, വേജസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്ത്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എക്സ്പെൻസിനാണ് നമ്മൾ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലോൺ എടുത്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുക, ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ പിന്നെ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് ആൾറെഡി അറിയണ്ടാകും. നമ്മൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡിപ്രീസിയേഷൻ. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. സോ പിന്നെ ബാക്കിയുള്ള എല്ലാ അതർ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. സോ എന്നിട്ട് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ് കിട്ടും. എക്സെപ്ഷണൽ, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സിൻ്റെ മുന്നുള്ള പ്രോഫിറ്റ് കിട്ടും. എന്തെങ്കിലും എക്സെപ്ഷണൽ ഐറ്റംസുകൾ, നോർമൽ ബിസിനസ്സിൽ നടക്കാത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻസുകൾ എക്സ്പെൻസോ ഇൻകം ഉണ്ട് വെച്ചെങ്കിൽ അതിവിടെ കൊടുക്കുക. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ട് വെച്ചെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യുക. സോ എന്നിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണുക. സോ എന്നിട്ട് നമ്മൾ കറൻറ്റ് ടാക്സും ഡെഫേർഡ് ടാക്സും എടുക്കാം. സോ ഇവിടെ ഡെഫേർഡ് ടാക്സ് ഞാൻ AS-22 എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. സോ അത് എന്താണെന്നുള്ളത്. സോ കറൻറ്റ് ടാക്സ് എന്ന് പറയുന്നത് ആക്ച്വൽ ടാക്സ് ആസ് പെർ ഇൻകം ടാക്സ് ആണ് കേട്ടോ. സോ ഇൻകം ടാക്സ് പ്രകാരമുള്ള ആക്ച്വൽ ടാക്സ് എത്രയാണോ അതാണ് കറൻറ്റ് ടാക്സ് വരിക. ഓക്കെ. സോ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് കിട്ടും. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ബ്രാഞ്ചസുകൾ ഡിസ്കണ്ടിന്യൂയിങ് ആയിട്ട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, അതായത് പൂട്ടി പോകാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കട പൂട്ടാൻ നിൽക്കുമ്പോൾ ഒക്കെ വിറ്റൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കുമല്ലോ, അതാണ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭമോ നഷ്ടവും കിട്ടുന്നുണ്ട് വെച്ചെങ്കിൽ അത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. സോ എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് കിട്ടും. പിന്നെ ഏണിംഗ് പെർ ഷെയർ ഉണ്ട്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും കേട്ടോ. ഏണിംഗ് പെർ ഷെയർ നമുക്ക് പഠിക്കാനുണ്ട്, ബേസിക്കും ഡയലൂട്ടഡും. ഓക്കെ. സോ ഇത് ജസ്റ്റ് ഡിസ്ക്ലോസിങ് ആണ്. ഇതൊരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡാണ് കേട്ടോ, ഡിസ്ക്ലോഷറാണ്. ഓക്കെ. സോ ഇതിന് വേറെ എഫക്റ്റ് ഒന്നുമില്ല. അതായത് നിങ്ങളുടെ അത് ഷെയർ ഹോൾഡേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയറിന് മുകളിൽ അവർക്ക് ഇപ്പോൾ എത്ര ഏണിങ്സ് കിട്ടി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏണിംഗ് പെർ ഷെയർ. ഇതിന് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനും നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഫോർമാറ്റിൽ പഠിക്കാനുള്ളത്. സോ നിർബന്ധമായിട്ടും ഈ ഫോർമാറ്റ് നിങ്ങൾ കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം.
സോ നിങ്ങൾക്ക് ഏത് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സോ സിമ്പിൾ. ഇനി നമ്മൾ ആൾറെഡി ഫൗണ്ടേഷനിലൊക്കെ പഠിച്ച അതേ സംഭവം അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ് ഇവിടെ തരിക. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ട്രയൽ ബാലൻസ് തരും. ആ ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ച അതേ സാധനം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റുകൾ അറിയണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ, പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ, ഈ സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞാലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനീസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർക്കെങ്കിലൊക്കെ അറിയാത്തുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും അറിയാത്തുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുക്കുന്നത്. നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്ന് നമുക്ക് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, തിരിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ സോ അപ്പോൾ നമുക്ക് ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിക്കാം. സോ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് എക്സ്പെൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, എക്സ്പെൻസിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്, രണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്ക് ആ എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്, ബട്ട് നോട്ട് പെയ്ഡ് ആണ്. നമ്മളത് എന്ത് ചെയ്തിട്ടില്ല, പെയ്ഡ് ചെയ്തിട്ടില്ല. എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട്, ബട്ട് നോട്ട് പെയ്ഡ് ആണ്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ്പെൻസ് ഡ്യൂ ആയാൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതാണ് അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ. അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അതാണ്. അപ്പോൾ ഡ്യൂ ആയാൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി, സോ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ, നമ്മൾ ആ എക്സ്പെൻസ് എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. 2 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, കാരണം നമുക്കത് കൊടുക്കാനാണല്ലോ. അപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ എന്താണ്, ലയബിലിറ്റിയാണ്. സോ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ ആ ഒരു എക്സ്പെൻസിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യാണ് വേണ്ടത്. മനസ്സിലായല്ലോ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. സോ ഇനി ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. സോ ഇത് നമ്മളുടെ ഷെഡ്യൂൾ 3 ഇത് അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് കാണിക്കേണ്ടത് കേട്ടോ. ഏത് ഹെഡിലാണ്, അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആ എക്സ്പെൻസ് പേ ചെയ്തതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പേയ്മെൻറ്റ് നടത്തി. സോ പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ, പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. നമ്മൾ എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല. സോ അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് ഈ കൊല്ലത്തെ എക്സ്പെൻസ് അല്ല, ചിലപ്പോൾ അടുത്ത കൊല്ലത്തതോ അതിൻ്റെ ഫ്യൂച്ചറിലുള്ളൊരു എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മൾ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ലാതെ. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുമ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ്, അത് നമ്മളെ എക്സ്പെൻസിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷേ നമ്മൾ അഡ്വാൻസ് കൊടുത്തു പോയതുകൊണ്ട് അത് നമ്മൾ അസറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും വേണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എക്സ്പെൻസിൻ്റെ കൂടെ നമ്മൾ ലെസ് ചെയ്യണം. സോ ലെസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, സോ പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ, സോ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എഴുതേണ്ടത്. സോ നമ്മളുടെ ഷെഡ്യൂൾ 3 അതർ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡിലാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. സിമ്പിൾ. സോ ഇനി അടുത്തത് ഇൻകം റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇൻകം റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. സോ അപ്പോൾ ഇൻകം റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ. സോ ഒന്ന് അക്രൂഡ് ഇൻകം, 2
ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താ അക്രൂഡ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടാനായിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. സോ അതായത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. നമ്മൾ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? സോ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. സോ അപ്പോൾ ഇൻകം ഏൺ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് അക്രൂവൽ സിസ്റ്റം പ്രകാരം നമുക്കത് ഇൻകമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇൻകത്തിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. സോ അപ്പോൾ ടു ഇൻകം അക്കൗണ്ട്. സോ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ടു ഇൻകം നമ്മളുടെ അസറ്റാണ് കേട്ടോ. കാരണം പൈസ കിട്ടാനുള്ളതല്ലേ, കിട്ടാനുള്ളതൊക്കെ എന്താണ്, അസറ്റാണ് മക്കളെ. കിട്ടാനുള്ളതൊക്കെ അസറ്റാണ്, അതുകൊണ്ട് അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. ഇൻകം എന്താണ്, ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. സോ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അക്രൂഡ് ഇൻകം ആഡ് ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ നമ്മളിത് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടാനുള്ളതല്ലേ. സോ കിട്ടാനുള്ളതായതുകൊണ്ട് ഇത് അസറ്റായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അക്രൂഡ് ഇൻകം ഈക്വൽ ടു അസറ്റ്. സിമ്പിൾ. സോ ഇനി നമുക്ക് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാം, പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് വിളിക്കാം. പ്രീ റിസീവ്ഡ് ഇൻകം. ഓക്കെ. സോ പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, നമുക്ക് ഇൻകം മുൻകൂട്ടി കിട്ടി. അപ്പോൾ അത് ശരിക്കും ഈ കൊല്ലത്തെ ഇൻകം അല്ല. ഇൻകം എന്ത് ചെയ്തു, മുൻകൂട്ടി കിട്ടി. അപ്പോൾ അതൊരു ശരിക്കും എന്തല്ല, ഈ കൊല്ലത്തെ ഇൻകം അല്ല. സോ അതുകൊണ്ട് നമ്മളത് ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. സോ ഇൻകം അക്കൗണ്ട് ടു പ്രീ റിസീവ്ഡ് ഇൻകം. മുൻകൂട്ടി കിട്ടിയല്ല, അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്, അത് നമ്മളുടെ ഇൻകം അല്ല കേട്ടോ, അത് നമ്മളുടെ ഇൻകം ആയിട്ടില്ല. സോ അപ്പോൾ ഇൻകം അക്കൗണ്ട് ടു പ്രീ റിസീവ്ഡ് ഇൻകം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം പ്രീ റിസീവ്ഡ് ഇൻകം. സോ പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. സോ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സോ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ലയബിലിറ്റി ആണ് കേട്ടോ പ്രീ റിസീവ്ഡ് ഇൻകം. കാരണം നമ്മളുടെ ഇൻകം അല്ലല്ലോ, വേറെ ഒരാൾ അഡ്വാൻസ് ആയിട്ട് തന്നല്ലേ. സോ അപ്പോൾ അത് പ്രീ റിസീവ്ഡ് ഇൻകം, അത് ഡ്യൂ ആയാൽ മാത്രമേ നമ്മളുടെ ഇൻകം ആവുള്ളൂ. സോ അപ്പോൾ പ്രീ റിസീവ്ഡ് ഇൻകം എന്താണ്, ലയബിലിറ്റി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സോ ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇതൊക്കെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ, ഇഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഓർ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓർ അക്രൂഡ് ഇൻകം or pre-received income are given in നമ്മളിപ്പോൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ. സോ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ഇതൊക്കെ ട്രയൽ ബാലൻസിലേ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഒരു ജേണൽ എൻട്രീസ് എഴുതിയാലോ, ആ ജേണൽ എൻട്രീസൊക്കെ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി പാസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ജേണൽ എൻട്രീസ് ആർ ആൾറെഡി പാസ്ഡ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ദെൻ എഫക്റ്റ് ഓൺലി ഇൻ ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റിൽ മാത്രമേ പിന്നെ അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ. നിങ്ങൾ ആൾറെഡി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ പിന്നെ എക്സ്പെൻസിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പോകരുത്, ആഡ് ചെയ്യാൻ പോകരുത്. മനസ്സിലായില്ലേ? ഇത് ചെയ്യണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രയൽ ബാലൻസ് തന്നിക്കണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട, എക്സ്പെൻസിൻ്റെ കൂടെ കുറക്കാൻ നിൽക്കേണ്ട. കാരണം ആൾറെഡി ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിൻ്റെ കൂടെ കുറച്ചിട്ടുണ്ടാകും. പിന്നെ ഇത് മാത്രം അസറ്റ് സൈഡിൽ എഴുതിയാൽ മതി. നിങ്ങൾ അക്രൂഡ് ഇൻകം ചെയ്യുന്ന സമയത്ത് ട്രയൽ ബാലൻസ് തന്നിക്കണെന്ന് വെച്ചെങ്കിൽ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ചെയ്യേണ്ട, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ പിന്നെ എവിടെ മാത്രം അതിൻ്റെ എഫക്റ്റ് വന്നാൽ മതി, ബാലൻസ് ഷീറ്റിൽ മാത്രം എന്ത് ചെയ്താൽ മതി, എഫക്റ്റ് വന്നാൽ മതി. മനസ്സിലായോ? ഓക്കെ. സോ ഇനി നമുക്ക് രണ്ടാമത്
നമുക്ക് ക്ലോസിങ് സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ എക്സ്പെൻസിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റായി, ഇൻകത്തിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റായി, മൂന്നാമത് ക്ലോസിങ് സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ എന്താണ് ക്ലോസിങ് സ്റ്റോക്കിനെ കുറിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്? സോ ക്ലോസിങ് സ്റ്റോക്ക് നമുക്ക് രണ്ട് രൂപത്തിൽ തരാം. ഒന്ന് അപ്പിയറിങ് ഇൻ ദി ട്രയൽ ബാലൻസും അതുപോലെ തന്നെ നോട്ട് അപ്പിയറിങ് ഇൻ ദി ട്രയൽ ബാലൻസും തരാം. ഓക്കെ, സോ അപ്പിയറിങ് ഇൻ ദി ട്രയൽ ബാലൻസ്. സോ ട്രയൽ ബാലൻസിൽ ചിലപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് തരാം, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നോട്ട് അപ്പിയറിങ് ഇൻ ദി ട്രയൽ ബാലൻസ്. സോ ട്രയൽ ബാലൻസിൽ തന്നിട്ടില്ല, അഡ്ജസ്റ്റ്മെൻറ്റിലും തരാം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എൻട്രി ടു ബി പാസ്ഡ്, നമ്മൾ എന്ത് ചെയ്യണം? എൻട്രി പാസ് ചെയ്യണം. എന്താ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ ജേണൽ എൻട്രി എന്താ? സോ നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ അസറ്റാണ് അല്ലേ? സോ ക്ലോസിങ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സോ നിങ്ങൾ ഇവിടുത്തെ ഷെഡ്യൂൾ 3 ആയതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസിൽ ആണ് കൊടുക്കേണ്ടത്. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തൂലേ? സോ ഈ ക്ലോസിംഗ് സ്റ്റോക്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അത് എഴുതേണ്ടത്. സോ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡ് ഉണ്ട് അല്ലേ? സോ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡ് ഉണ്ടാകും. സോ അതിൽ ഐറ്റം ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യണം. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തിനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയണ്ടാവും, മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം. ഇപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിൾ, നമ്മളിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമല്ലോ. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ പർച്ചേസ് ഉണ്ട്, അതേപോലെ ഇവിടെ സെയിൽസ് ഉണ്ട്, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 1000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അതിൽ 800 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 800 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ 800 യൂണിറ്റ്സിൻ്റെ മാച്ച്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 800 യൂണിറ്റ്സിൻ്റെ പർച്ചേസ് മാത്രമേ ശരിക്കും കാണിക്കാൻ പറ്റുള്ളൂ. കാരണം 800 യൂണിറ്റ്സല്ലേ സെയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലാഭം കാണുമ്പോൾ 800 യൂണിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആ 800 യൂണിറ്റിൻ്റെ പർച്ചേസ് കാണിച്ചാലേ കറക്റ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാച്ചിങ് കൺസെപ്റ്റ് ഫോളോ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 1000 യൂണിറ്റ്സിൻ്റെ ടോട്ടൽ പർച്ചേസ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് 200 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യും അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ്, കാരണം 800 യൂണിറ്റ്സ് അല്ലേ സെയിൽ ചെയ്തിട്ടുള്ളൂ. അതിനെ ഈ പർച്ചേസിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഇല്ല കമ്പനീസിൽ, അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി സിമ്പിളായിട്ടുള്ള വേറൊരു പരിപാടി, ഇനി ട്രയൽ ബാലൻസിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിലായിരിക്കും തരിക. അങ്ങനെ ട്രയൽ ബാലൻസ് തന്നാൽ എന്താ സംഭവം? അതിൻ്റെ അർത്ഥം എൻട്രി ആൾറെഡി പാസ്ഡ് എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? സോ എൻട്രി ആൾറെഡി പാസ്ഡ്, നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ആൾറെഡി പാസ് ചെയ്ത എൻട്രി? എന്തായിരിക്കും എൻട്രി? ആൾറെഡി പാസ് ചെയ്ത എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു, നിങ്ങൾ എന്ത് എൻട്രി ആയിരിക്കും ആൾറെഡി പാസ് ചെയ്തിട്ടുണ്ടാവുക? സോ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഞാൻ പറഞ്ഞില്ലേ, ആൾറെഡി നമ്മൾ പർച്ചേസിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് P&L ക്രെഡിറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ? അപ്പോൾ P&L നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? നമ്മൾ പർച്ചേസിൽ കുറച്ചാൽ മതി. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് റെഡി ആയില്ലേ? അപ്പോൾ നമ്മൾ ആൾറെഡി ട്രയൽ ബാലൻസിൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ട്രയൽ ബാലൻസ് കാണിച്ചു തരാം. സോ ഈ ട്രയൽ ബാലൻസിൽ നമുക്കിപ്പോൾ പർച്ചേസ് ഉണ്ട്. പർച്ചേസ് 1000 യൂണിറ്റ്സിൻ്റെ നമ്മളിവിടെ കാണിച്ചു നോട്ടിക്ക് 1,00,000 രൂപ. ഓക്കെ,
സോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 100 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, ഒരു 20,000 രൂപ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ജനറൽ എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു പർച്ചേസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പർച്ചേസിൽ എന്ത് ചെയ്യാം, 1000 യൂണിറ്റ്സ് കാണിക്കുന്നതിന് പകരം സോ ഇവിടെ 900 യൂണിറ്റ്സ് കാണിച്ചിട്ട്, സോ അതായത് പർച്ചേസിൽ കുറച്ചിട്ട് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ തന്നെ എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 100 യൂണിറ്റ്സ് കാണിക്കാം. മനസ്സിലായോ? അപ്പോൾ ട്രയൽ ബാലൻസിൽ എപ്പോഴാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിൽ ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ കാണിക്കുക. എന്തിനാണ് പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എത്രയാണോ നമ്മളുടെ സെയിൽസ് അത്രയും യൂണിറ്റ്സ് മാത്രം പർച്ചേസിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് മാച്ചിങ് കൺസെപ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കും, ക്ലോസ് സ്റ്റോക്ക് ആയിരിക്കും. ആ ക്ലോസ് സ്റ്റോക്ക് നമ്മൾ പർച്ചേസിൽ നിന്ന് എന്ത് ചെയ്യണം, കുറക്കണം. ഒന്നില്ലെങ്കിൽ പർച്ചേസിൽ നിന്ന് കുറക്കണം, അല്ലെങ്കിൽ നമ്മൾ P&L എന്ത് ചെയ്യണം, അത് ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? പർച്ചേസിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ട് P&Lൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ക്ലോസ് സ്റ്റോക്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൾറെഡി നമ്മൾ ക്ലോസ് സ്റ്റോക്കിൻ്റെ എന്താ പറയുക വാല്യൂ, പിന്നെ ക്ലോസ് സ്റ്റോക്ക് ആൾറെഡി പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ മാത്രം കാണിച്ചാൽ മതി, ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആക്ച്വൽ പർച്ചേസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസിൽ ക്ലോസ് സ്റ്റോക്ക് കാണിച്ചിട്ട് പിന്നെ ബാലൻസ് ഷീറ്റിലിടുക. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി എന്നുള്ളൊരു സംഭവമാണ് എഴുതുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണത്, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് വരില്ല, കാരണം ആൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാലൻസ് ഷീറ്റിൽ മാത്രമേ എഫക്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഫക്റ്റ് വരണമെങ്കിൽ എന്താ ചെയ്താൽ മതി, നമ്മൾ ആ അഡ്ജസ്റ്റ് ചെയ്തത് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഫക്റ്റ് വരും കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? സോ ഇനി നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി അറിയാം എന്താ ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസെറ്റ്, നിങ്ങൾ അസെറ്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ലെസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ നമുക്ക് 2 രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ ഒന്നില്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസെറ്റ്, ഇതാണ് ഒരു ആൾട്ടർനേറ്റീവ്. രണ്ടാമത്തത് ആൾട്ടർനേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. സോ ഇങ്ങനെ കാണിക്കുന്നത് എപ്പോഴും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് എപ്പോഴും കോസ്റ്റിൽ കാണിക്കണമെങ്കിൽ. സോ അസറ്റ് ഷോൺ ഇൻ കോസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് എപ്പോഴും കോസ്റ്റിലാണ് കാണിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്താൽ മതി, ഇട്ടാൽ മതി. അപ്പോൾ അസറ്റ് എപ്പോഴും എന്ത് ചെയ്യും, കോസ്റ്റിലായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ കേസ് എന്താ ഡിപ്രീസിയേഷൻ അപ്പിയറിങ് ഇൻ ട്രയൽ ബാലൻസിൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി കേട്ടോ. സോ ഇത് ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി, പിന്നെ ബാലൻസ് ഷീറ്റിൽ കുറക്കാൻ നിൽക്കരുത്. അല്ലാത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ എന്താ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതണം, ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിൽ നിന്ന് ലെസ് ചെയ്യണം അല്ലേ. അസറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഓക്കെ, ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ട്രയൽ ബാലൻസിലാണ് ഡിപ്രീസിയേഷൻ തന്നിടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഓരോ വൈക്ക് നമുക്ക് പറയാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ.